ഹലോ നമസ്കാരം. ഇപ്പം എന്നോട് പല ആൾക്കാരും ചോദിച്ചൊരു കാര്യമാണ് ഈ റിയലിസ്റ്റിക് ലൈറ്റിംഗ് എങ്ങനെ ചെയ്യുക എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഈ ഒരു സീൻ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുക, അതുപോലെ പുറത്ത് ടെറൈനും കാണും. കാണിച്ചു തരാം, കണ്ടോ? ഇതിപ്പോൾ ഞാൻ മെറ്റീരിയൽ എല്ലാം ഇട്ട് കഴിഞ്ഞ ഒരു സീനാണ് എന്ന് ആലോചിക്കണം. ലൈറ്റിങ്ങിന് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ മെറ്റീരിയലിലേക്ക് പോകുന്നില്ല. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഒരു സീനിൽ നിന്ന് നമ്മൾ ഇപ്പം എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, കണ്ടോ? ഈ ഒരു ഇതിലേക്ക് മാറാൻ അപ്പം ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇരിക്കുന്നതും ഇപ്പം ഈ ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്നതും ഇതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു ലുക്കിലേക്ക് പോകാനായിട്ട് ഞാൻ ചെയ്തത് ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ സീനിൽ നോക്കേണ്ടത് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണേണ്ടത് നോക്കുക. എന്താ, ടെറൈൻ ഉണ്ട്. ടെറൈൻ നമുക്ക് വേണ്ടല്ലോ, വേണ്ട, നേരെ കളയാം. നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ടെറൈൻ വേണ്ട. ഓക്കെ, പിന്നെ ഇപ്പം പുറത്ത് ബ്ലാങ്ക് ആണ്. അപ്പം നമുക്ക് നല്ലൊരു HDRI ഇട്ട് കൊടുത്തിട്ട് പുറത്തുള്ള നമ്മുടെ എൻവയോൺമെൻറ്റ് ആദ്യം തന്നെ ഒന്ന് ഭംഗിയാക്കണം. ഞാൻ ചെയ്തിരിക്കുന്നത് HDRIയിൽ എൻ്റെ കയ്യിൽ കസ്റ്റമായിട്ടുള്ള HDRI ആണ്, അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്തിരിക്കണേ, മെയിനായിട്ട് ഈ റൂമിൽ ഞാൻ വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ഓൾറെഡി എൻ്റെ ഇവിടെയുള്ള ഈ കോവ് ലൈറ്റ്, അതുപോലെ ഈ സ്പോട്ട് ലൈറ്റ്, അതെല്ലാം ഉണ്ട് 6.5 കിടക്കുന്നത്. 6.5 ഇൻറ്റൻസിറ്റിയിൽ കൊടുത്തിരിക്കുന്നു. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളൊരു ഈ പറയുന്ന പോലെ ഒരു റിയലിസ്റ്റിക് ലൈറ്റിംഗ് എന്നതിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നോക്കേണ്ടത് നിങ്ങളുടെ മോഡലിൻ്റെ ക്വാളിറ്റി ആണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ മോഡലിൻ്റെ ക്വാളിറ്റിയും മോഡൽ ഇടുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇപ്പം ഞാനിപ്പോൾ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ലെതറാണ്, നമ്മുടെ ബേജ് കൗഹൈഡ് എന്നുണ്ട് നമ്മുടെ അസറ്റ്സിൽ. ഇവിടെ ലെതറിൽ ഫൈൻ ഗ്രെയിൻ ലെതറിൽ കിടക്കുന്ന ഒരു സാധനമാണ് ഈ ബേജ് കൗഹൈഡ്. ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഞാൻ റിഫ്ലക്ഷൻ, അതായത് റഫ്നെസ് കുറച്ചിട്ടേക്കുക. ഒരു 0.4 കിടക്കുക, നമ്മൾ 0.16 കുറച്ചിട്ടേക്കുക. കാരണം ലെതർ ആയാൽ ചെറിയൊരു തിളക്കം ഉണ്ടാവും, മനസ്സിലായില്ല? അപ്പോൾ തിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ബൗൺസ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ ഒരു ടിപ്പ് ഓവൽ സാധനത്തിൻ്റെ ടോപ്പാണെങ്കിലും അതിന് റഫ്നെസ് 0 കൊടുത്തിട്ട് മെറ്റാലിക് 0.02 ആക്കിയിട്ടുണ്ട്. കാരണം അതിനും ഞാനൊരു മാർബിൾ ഫിനിഷാണ് ഉദ്ദേശിച്ചത്, ചെറിയൊരു റിഫ്ലക്ഷൻ അതിനും കാണണം. അതുപോലെ ഇവിടെ കണ്ടോ ഗ്ലാസ്, ഈ ഗ്ലാസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കണ്ടോ, ഈ ഗ്ലാസ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ അത്രയും ഭംഗിയിൽ കാണാൻ പറ്റും. നമ്മളത് അസറ്റ്സിൽ ഈ ഗ്ലാസ്സിൽ നോർമൽ ഗ്ലാസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നോർമൽ ഗ്ലാസ് ഉണ്ട്, ഈ മെറ്റീരിയലാണ് ഇട്ടിരിക്കുന്നത്. ഇതിനും ഈ കാണുന്ന ബോക്സിനും ഈ ഗ്ലാസ്സൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ സീനിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ സമ്മതിക്കുന്ന എന്താ പറയുക, എൻഹാൻസ് ചെയ്യുന്ന മെറ്റീരിയൽസാണ്. നോക്കാം, ഇതും നമ്മുടെ ലെതർ തന്നെ, ബേജ് കൗഹൈഡ് എന്ന് പറഞ്ഞ ലെതർ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വിൻഡോ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് വിൻഡോൻ്റെയൊക്കെ ഗ്ലാസ് നമ്മൾ ഈ അസറ്റ്സിലുള്ള നോർമൽ ഗ്ലാസ് ആക്കിയിടാനും നോക്കണം. അല്ലാണ്ട് സ്കെച്ചപ്പിലോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും മോഡലിംഗ് സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ഗ്ലാസ് ഇട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാണ്ട് നിൽക്കരുത്, അത് എപ്പോഴും മാറ്റണം. അന്ന് മാറ്റിയാലേ പുറത്തുള്ള ലൈറ്റ് അകത്തേക്ക് കയറുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ സ്കെച്ചപ്പിലൊക്കെ നമ്മൾ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞ് D5 ഓപ്പൺ ആയി കഴിയുമ്പോൾ പുറത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല കാണാം, ബ്ലാക്ക് കളർ ഗ്ലാസ് ആയിരിക്കും, അതായത് ലൈറ്റ് കടക്കാത്ത രീതിയിൽ ഗ്ലാസ് ആയിട്ട് കാണും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ലൈറ്റ് കടക്കാനായിട്ട് നിങ്ങളെപ്പോഴും ഗ്ലാസ് മാറ്റി കൊടുക്കാൻ നോക്കുക. പിന്നെ എന്താ നോക്കണ്ടേ, പിന്നെ ഇതിൽ ഈ ഒരു സീനിൽ പിന്നെ വേറെ പറയാനായിട്ടുള്ളത് നമ്മുടെ ഫ്ലോറിൽ ഞാൻ ഇട്ടിരിക്കുന്നത് സ്കെച്ചപ്പിൽ തന്നെ ടൈലാണ്. ഞാൻ അതിന് കണ്ട കുറച്ച് ക്വാളിറ്റി കുറവുണ്ട്, പക്ഷെ ഞാനത് ശ്രദ്ധിക്കാറ് നമ്മുടെ ഷോട്ടിന് ഭയങ്കരമായിട്ട് ബാധിക്കുന്നില്ല. ലൈറ്റ് വന്ന് കയറുമ്പോൾ ടൈൽ ചെയ്യാന്ന് അങ്ങനെ അറിയുന്നില്ല. പക്ഷെ നമുക്ക് റിഫ്ലക്ഷൻ വേണം. നമ്മൾ നേരിട്ട് നമ്മളൊരു വീട്ടിൽ ചെന്ന് കാണുമ്പോൾ ടൈലിന് ചെറിയൊരു ഗ്ലേസിങ് ഉണ്ടാവും. അത് നല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈലൊക്കെ ഉണ്ട്, മാറ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഗ്ലോസി ആയതുകൊണ്ട് എനിക്ക് അതിന് റിഫ്ലക്ഷൻ വേണം. റിഫ്ലക്ഷനാണ് നമ്മുടെ മെയിൻ, അതായത് ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ, മനസ്സിലായില്ലേ? റഫ്നെസ് കുറച്ച് മെറ്റാലിക് ഒരു ഇച്ചിരി കൂട്ടി കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് അതിന് റിഫ്ലക്ഷൻ ഉണ്ട്. നോക്കുക. പിന്നെ നമ്മുടെ ഈ വാളിൽ കണ്ടോ ഇങ്ങനെ കുറച്ച് ഡിസൈൻ ഉണ്ടല്ലോ, നമ്മുടെ പാനലിംഗ് വർക്ക് പോലെ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വാളിൻ്റെയൊക്കെ ഈ ആംബിയൻ്റ് ഒക്കൽഷൻ സംഭവം നമ്മൾ കൂട്ടി കൊടുത്തിരിക്കുക. ഈ ആംബിയൻ്റ് ഒക്കൽഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എഡ്ജുകൾ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഷാഡോസിലുള്ള വ്യത്യാസം, മനസ്സിലായില്ലേ? അതായത് ഇപ്പം ലൈറ്റ് ഇതൊരു പാനലാണ് എന്ന് വിചാരിക്കുക. ഈ പാനലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് അടിക്കണേ, അപ്പോൾ റൈറ്റ് സൈഡിൽ ഷാഡോ വീഴും ഓട്ടോമാറ്റിക്കലി, മനസ്സിലായോ? കണ്ട, ഈ സൈഡിൽ നമുക്ക് ഷാഡോ ഉണ്ട്,
എന്നാൽ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഉണ്ടാവില്ല നമ്മുടെ റെൻഡറിൽ. കാരണം ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ, ഒരു സൈഡിൽ ഷാഡോ, മറ്റേ സൈഡിൽ നമുക്ക് ആ ലൈനേ അറിയുന്നില്ല, ഉണ്ടല്ലോ. കാരണം അവിടെ നിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് ഷാഡോ അടിക്കുന്നത്. അങ്ങനെ അതായത് കൂടുതലായിട്ട് കാണണമെങ്കിൽ ഈ ആംബിയന്റ് ഒക്കേഷൻ കൂട്ടി കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്, ഈ എഡ്ജുകളൊക്കെ എടുത്തറിയാനായിട്ടുള്ള കാര്യത്തിൽ, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പാനലിംഗ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണില്ല, വെറുതെ ബ്ലെൻഡ് ആയിപ്പോൾ നമ്മുടെ വാളിലായിട്ട്. പക്ഷെ നമുക്ക് ശരിക്കും ആ ഒരു എഡ്ജ് അറിയണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ എഡ്ജിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ വേറെ കൊടുക്കേണ്ടി വരും നമ്മൾ മോഡൽ ചെയ്യുമ്പോൾ. അങ്ങനെ ചെയ്താലും കാണുള്ളൂ. അല്ലെങ്കിൽ ആംബിയന്റ് ഒക്കേഷൻ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി, മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അതായത് ലൈറ്റ് മെറ്റീരിയലിൽ ബൗൺസ് ചെയ്ത് പോകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നോക്കേണ്ടത് നമ്മുടെ നാച്ചുറൽ ലൈറ്റ്, അത് പുറത്തുനിന്ന് വരുന്ന വെളിച്ചം, അത് സൂര്യപ്രകാശമാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നാച്ചുറൽ സൺലൈറ്റ് ഇതിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം റൂമിലേക്ക്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ സീനിനെ ലൈറ്റപ്പ് ചെയ്യാനാണ് നോക്കേണ്ടത്. കാരണം അല്ലാണ്ട് നമ്മളിപ്പോൾ ഞാൻ ഈ റൂമിൽ ഒരു റെക്റ്റാങ്കുലർ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഞാനത് മാക്സിമം യൂസ് ചെയ്യാറില്ല. കേട്ടോ, ഈ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പോഷർ കൂടിയ ഒരു ലുക്ക് വരും. നമ്മൾ പിന്നെ കുറച്ച് പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നടത്തേണ്ടി വരും. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ കാണുന്ന, സ്വന്തം വീട്ടിൽ കാണുന്ന ഒരു ലുക്കിലേക്ക് എനിക്ക് ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊണ്ട് കൊണ്ടുവരാൻ ഇതുവരെ പറ്റിയിട്ടില്ല. നാച്ചുറൽ ലൈറ്റിലാണ് ആ ഒരു ലുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കണമെങ്കിൽ കണ്ടോ, ഈ ഡൈനിങ് റൂം വേണ്ട, ഇത് ഒട്ടും ഒറിജിനാലിറ്റി ഇല്ല. കാരണം എന്താ, ഞാനിവിടെ ഒരു കണ്ട റെക്ടാങ്കിൾ ലൈറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ഇങ്ങനത്തെ ഒരു ചെറിയൊരു കാർട്ടൂണിഷ് ലുക്കായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം ഈ റെക്ടാങ്കിൾ ലൈറ്റ് ഇടുമ്പോൾ. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റ് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ്. നമ്മൾ മാക്സിമം പുറത്തുനിന്നുള്ള വെളിച്ചം അകത്തേക്ക് കയറ്റാനാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പം അതിൽ തന്നെ ഇപ്പം എൻവയോൺമെൻറ്റിൽ പോയിട്ട് നമ്മൾ ഈ സണ്ണിൻ്റെ ആൾട്ടിറ്റ്യൂഡും അസിമുത്തും, അതായത് അതിൻ്റെ ഹൈറ്റും അതിൻ്റെ റൊട്ടേഷനും ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈറ്റ്, സൺ ഏത് പൊക്കത്തിലിരിക്കുന്നു. അസിമുത്ത് എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളിൽ നിന്ന് അതായത് ഏത് റൊട്ടേഷനിലാണ് ഇരിക്കുന്നത്, കറങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പം അത് നോക്കാം. അപ്പോൾ ഇത് കുറച്ചിടണം. കാരണം നമുക്ക് റൂമിനകത്തേക്ക് കയറണമെങ്കിൽ സൺ നേരെ മുകളിൽ നിന്ന് അടിച്ചിട്ട് കാര്യമില്ല, സൺ കുറച്ച് താഴ്ന്ന് നിൽക്കണം. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് ഒരു 20 അടുത്താണ് ഞാൻ എപ്പോഴും കൊടുക്കുക. അസിമുത്ത് ഞാനിങ്ങനെ കറക്കി നോക്കും. കാരണം റൂമിലേക്ക് ഈ സൂര്യൻ കിടന്ന് കറങ്ങുമല്ലോ, നമ്മുടെ റൂമിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുക. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി ഏത് ആംഗിളിൽ എത്തുമ്പോഴാണ് ജനലിൽ കൂടി അകത്തേക്ക് ലൈറ്റ് വരിക എന്ന് നോക്കണം, മനസ്സിലായില്ല? ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ കറങ്ങി അങ്ങ് പോയി ആ ഒരു 160 സംതിങ്ങിലാണ് റൂമിൻ്റെ അകത്തേക്ക് വെളിച്ചം തന്നെയെന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ ഞാൻ അതിലിട്ട് ഇങ്ങനെ മൂവി നോക്കും ഏതാണ് കറക്റ്റായിട്ട് എനിക്ക് ആവശ്യമുള്ള പോലെ കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശരിക്കും 2 സണ്ണുണ്ട്. ഒന്ന് നമ്മുടെ HDRIയുടെ സൺ, അതാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഒന്ന് ഞാൻ അല്ലാണ്ട് ഇട്ടിരിക്കുന്ന കസ്റ്റം സൺ. ഇതിപ്പോൾ രണ്ടും 2 സ്ഥലത്തേക്ക് അയക്കുക, മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ഈ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാലും കാണാം. അതായത് ശരിക്കും റൂമിലേക്ക് മൊത്തം ലൈറ്റ് വന്നിരിക്കുന്നു എന്ന ഫീലാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് 2 സണ്ണായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് നല്ല കാര്യമാണ്. ഇവിടെ ശരിക്കും വേറൊരു സണ്ണും ഇപ്പുറത്തേക്ക് വേറൊരു സണ്ണുമാണ് അടിക്കുന്ന ലൈറ്റ്. പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു വെളിച്ചം കയറി വന്ന ഫീലാണ് ഫോട്ടോയിൽ വരുന്നത്, നമുക്കറിയുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതായത് HDRIയുടെ സണ്ണും നിങ്ങളുടെ കസ്റ്റമായിട്ട് ഇടുന്ന സണ്ണും ഒരേ ആംഗിളിൽ കൊടുക്കാൻ പറ്റിയ അത്ര നല്ലത്. പക്ഷെ ഒരേ ആംഗിളിൽ കൊടുത്താൽ മിക്കപ്പോഴും നമുക്ക് എന്താ പറയുക, ഒരു ഭംഗി തോന്നാറില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടും തമ്മിൽ ബ്ലെൻഡായി പോയി. അതുകൊണ്ട് നമുക്ക് ഈ സീനിന് കുഴപ്പമില്ല. അത് നോക്കണം. അതായത് നമ്മുടെ HDRI എന്ന് പറഞ്ഞാൽ കണ്ട, HDRIക്ക് ഒരു റൊട്ടേഷൻ ഉണ്ട്. ഈ റൊട്ടേഷൻ തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സണ്ണൊക്കെ മാറും. അപ്പോൾ അത് നോക്കാം. കാരണം ഈ ശരിക്കും പറഞ്ഞാൽ പുറത്ത് കിടക്കണ ഈ HDRI എന്ന് പറഞ്ഞാൽ കണ്ട ഒരു ഫുൾ സ്കൈ ഒക്കെ ഉള്ള സംഭവം. ഇതിലൊരു സണ്ണുണ്ട്. ആ സണ്ണാണ് നമ്മളിവിടെ ഇതിനകത്തേക്ക് കയറി പോണത്. എൻ്റെ കീബോർഡ് ഇൻപുട്ട് ലാഗ് ഉണ്ട്, അതാണ് ഈ ഇടയ്ക്ക് ലാഗ് പറഞ്ഞത്. D5ൻ്റെ അല്ല, കീബോർഡ് ബ്ലൂടൂത്ത് ആയ കാരണം ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കാവും. എൻ്റെ ലാപ്ടോപ്പിൽ ഈ പ്രശ്നമില്ല. ഈ കീബോർഡ് മാറ്റാനിരിക്കും ഞാൻ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ HDRIയുടെ സണ്ണും നമ്മൾ ഉപയോഗിക്കുന്ന കസ്റ്റം സണ്ണും, ഫോളോ HDRI എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ, കസ്റ്റം ഉണ്ട്. ഫോളോ HDRI കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സണ്ണേ ഉണ്ടാവുള്ളൂ. കസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതൊരു സണ്ണെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലൈറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പം അത് ശ്രദ്ധിക്കുക യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ കർട്ടനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷിയർ കർട്ടൻ ഉണ്ടാവും, അല്ലാത്ത ബ്ലൈൻഡ്സും ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ ഷിയർ കർട്ടൻ ആണ് കൊടുക്കാനായിട്ട് നോക്കുക മാക്സിമം. നമുക്ക് എന്നാലും നമുക്ക് ലൈറ്റ് അകത്തേക്ക് വരുള്ളൂ. ഇപ്പോൾ ഈ വിൻഡോ ഫുള്ള് മൂടിയിരിക്കുന്നതൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഷിയർ കട്ടർ അല്ല എന്ന രീതിയിൽ കൊടുത്തിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ ആദ്യം ക്ലോത്ത് ആയി കൊടുക്കുക. ക്ലോത്ത് ആയി കൊടുക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ ലൈറ്റ് അകത്തേക്ക് എത്തും.
മനസ്സിലായില്ലേ? എന്നിട്ട് എത്തണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പേസിറ്റി ഉണ്ടല്ലോ, ഒപ്പേസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ നല്ലോണം ഷിയർ ആക്കുക, ഷിയർ കാർട്ടൺ ആയി കൊടുക്കുക. അപ്പോൾ അകത്തേക്ക് ലൈറ്റ് വന്നോളൂ. അങ്ങനെ ചെയ്യാൻ നോക്കാം. പിന്നെ ഇവിടെ പറയാനുള്ളത് വേറെ, നമ്മൾ ഈ ഒരു സീനിൽ നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു പ്രീസെറ്റ് ഇട്ടിരിക്കുന്നതാണ്. നമ്മൾ ഫുൾ മെറ്റീരിയൽ ലൈറ്റ് എല്ലാം കൺട്രോൾ ചെയ്ത് ആദ്യം കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ ആദ്യം വരുത്തി കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി നമ്മൾ മെറ്റീരിയൽ എല്ലാം ഓക്കെ. എന്നിട്ട് ഞാനിവിടെ പ്രീസെറ്റിൽ D5 ക്യൂറേറ്റഡിൽ പോയിട്ട് രണ്ടാമത്തെ പേജിൽ നമ്മുടെ ഇൻറ്റീരിയർ എക്സിബിഷൻ ഹാൾ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതങ്ങ് കൊടുത്തേക്കണാണ്. അത് നേരെ ഇട്ടതല്ല, നേരിട്ട് ഇങ്ങനെ ഭയങ്കര ഡാർക്കായി പോകും. ഇങ്ങനെ ഒരു സാധനം കാണരുത്. ഇതിനകത്ത് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തതാണത് ആക്ച്വലി, മനസ്സിലായില്ലേ? അതായത് ഇങ്ങനെ ഇരുട്ട്, ഇതിപ്പോൾ ഭയങ്കര ഇരുട്ടായിപ്പോയി, അതായത് കറണ്ട് പോയൊരവസ്ഥയാണ്. നമുക്ക് അങ്ങനെ ഒരിക്കലും കാണില്ല. ഞാൻ പിന്നെ അതിനകത്ത് ഇട്ട് നമ്മുടെ ഈ ലൈറ്റ് ഒന്ന് കൂട്ടി കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് ഇപ്പം HDRI മാറി കിടക്കണുണ്ടല്ലോ, അപ്പോൾ HDRI ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും വേറെ HDRI ആണുള്ളതെന്ന് തോന്നുന്നു, നോക്കട്ടെ. അത് വല്ലതും കൊടുത്ത് നോക്കാം. ഞാൻ എൻ്റെ ലാപ്പിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ് വെള്ളം കാണിച്ച്. ഇതെല്ലാം ഇട്ട് നമുക്ക് ചെയ്ത് നോക്കാം. കുഴപ്പമില്ലായിരിക്കട്ടെ. ബാക്ക്ഗ്രൗണ്ട് ഇനി ഇതിന് കണ്ട ഇപ്പം പുറത്തുനിന്നുള്ള സണ്ണിൻ്റെ ഒരു മഞ്ഞ വെളിച്ചമായിരുന്നു. നമുക്ക് കുറച്ച് വെള്ളയാക്കാം. എന്നിട്ട് അതിനെ കസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് 68, നേരെ മുകളിൽ നിന്ന് അടിക്കുക. അത് നമുക്ക് ആകുന്നതിന് താത്തി കൊടുക്കുക. 20 സംതിങ്ങിലാക്കിയിട്ട് റൊട്ടേഷൻ നടത്താണ്ട. ലൈറ്റ് അകത്തേക്ക് വരാണ്ടോ. ഇത് കുറച്ച് നേരം ഒന്ന് നോക്കാം. നിങ്ങൾ ലൈറ്റ് ചെറുതായിട്ടൊന്നും ഇങ്ങനെ കൂടി ഇങ്ങനെ വരും, അങ്ങനെ അവസ്ഥയുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു വാം ടോൺ ഭയങ്കരമായിട്ട് നിൽപ്പട്ടെ. ഇവിടെ കണ്ട ഒരു മഞ്ഞപ്പ് എഫക്റ്റിൽ പോയിട്ട് വൈറ്റ് ബാലൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ വാം ടോൺ ഒന്ന് പോയി കിട്ടും. ഇനി ഇവിടെ എന്നിട്ടും മഞ്ഞപ്പുണ്ടെങ്കിൽ മഞ്ഞപ്പ് വരുന്നത് എവിടെ നിന്നാന്നുള്ളത് നോക്കാം. കാരണം എന്തെങ്കിലും ടൈലിൽ നിന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ കളർ ബ്ലീഡിങ് ഒക്കെ ലിമിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കളർ ബ്ലീഡിങ് നമുക്ക് ലിമിറ്റ് ചെയ്യാം. ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഉണ്ടാകും പ്രശ്നം. കളർ ബ്ലീഡിങ് ലിമിറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കണ്ടോ, ഇപ്പം ആ ചെയറിൻ്റെയൊക്കെ ഒരു മഞ്ഞ പോയി കിട്ടി. ഈ കളർ ബ്ലീഡിങ് ലിമിറ്റ് ചെയ്തതാണ്. ഇപ്പോഴും ഇത് ഭയങ്കര വൈറ്റ് ബാലൻസ് ഇച്ചിരി കൂടുതലാണ്. ചെറിയൊരു വാം ടോൺ നമുക്ക് എടുക്കാം. ഓക്കെ, അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഡാർക്ക്നെസ് കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ എഫക്റ്റിൽ ഈ എക്സ്പോഷർ ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓവറായിട്ട് കൊടുക്കരുത്, ഇച്ചിരി. അതുപോലെ ഈ കോൺട്രാസ്റ്റ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. ഇപ്പം ഇങ്ങനെ ഒരു ലുക്കിലേക്ക് എത്തി. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ എത്രയോ ഭേദമാണെന്ന് ഒന്ന് ആലോചിക്കുക. ഇപ്പം ഞാൻ സേവ് ചെയ്യേണ്ട ഷോട്ട് സീൻ 13 ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ മോഡലിൻ്റെ കണ്ടോ, ഈ വ്രിങ്കിൾസ് ഒക്കെ എടുത്ത് കാണുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ മോഡലിൻ്റെ ഡീറ്റെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു പില്ലോനൊക്കെയുള്ള ഈ വ്രിങ്കിൾ, അതുപോലെ ഈ ഒരു ചെയറിനൊക്കെ കണ്ട ഇവിടെയൊക്കെയുള്ള വ്രിങ്കിൾസ്, അത് ശരിക്കും നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ കാണുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചുളുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ ഈ കർട്ടൻ നിലത്ത് കിടക്കുമ്പോൾ അതിൻ്റെ ഒരു വ്രിങ്കിൾ, നിലത്ത് എയറിലിക്കുക, എന്നാലും അതിൻ്റെ വ്രിങ്കിൾസ്, അതിൻ്റെ ചുളുക്കും കാര്യങ്ങളൊക്കെ അത് ഭയങ്കരമായിട്ട് നമ്മളെ എൻഹാൻസ് ചെയ്യും നമ്മുടെ മോഡലിനെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ ചെയ്യുമ്പോൾ. അല്ലാണ്ട് നമ്മൾ സോഫയൊക്കെ നമ്മൾ വെറുതെ ഒരു പെട്ടി പോലെ മോഡൽ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അതിനുള്ള കാര്യങ്ങൾ, അതിൻ്റെ മേലുള്ള കൊടുക്കുന്ന മെറ്റീരിയലും, അതുപോലെ ഒരിക്കലും 90 ഡിഗ്രി എഡ്ജുകൾ ഒന്നും എവിടെയും കാണരുതെന്നാണ് പറയുക. നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ എവിടെയും 90 ഡിഗ്രി എഡ്ജ് കാണില്ല അത് ഒരു കാര്യത്തിനും. സോഫയൊക്കെ എപ്പോഴും നല്ല മിനുസമായി വളഞ്ഞിരിക്കും എഡ്ജുകൾ. ഇപ്പം നല്ല ക്വാളിറ്റി മോഡൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും, നെറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനത്തെയൊക്കെ മോഡൽസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സീൻ എൻഹാൻസ് ആവുന്നത്. ഞാൻ ഈ ഒരു ലുക്കിലേക്ക് ഇപ്പം എൻ്റെ HDRI പുറത്ത് വേറെ എടുക്കണുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും ഇട്ടിരുന്നത് വേറെയാണ്. കണ്ട ഈ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇത് വെളിച്ചം കൂടുതലാണ്, ഇത്രയും വെളിച്ചം ശരിക്കും വേണ്ട. ഇത് വേറൊരു സ്റ്റൈലാണ്, ഇത് വേറൊരു സ്റ്റൈലാണ്. നമുക്കത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ അതിലേക്ക് തന്നെ പോവാന്ന് പറഞ്ഞാൽ, മനസ്സിലായില്ലേ? ഞാൻ ഇതിൽ ശരിക്കും സീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് കാര്യമില്ല, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഷോട്ട്, നമ്മുടെ ഷോട്ട്. ഞാൻ റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി എൻഹാൻസ് ആവും, അത് വ്യത്യാസം വരും, മനസ്സിലായില്ലേ?
ഇതാണ് ഷോട്ട്. നമ്മളിപ്പോൾ എടുത്തതും അതായിട്ട് പുറത്ത് HDRIയുടെ വ്യത്യാസവും കുറച്ച് എക്സ്പോഷറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. എന്നാൽ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഷോട്ട്. ഇപ്പം ഞാൻ എന്നിട്ട് അത് റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. പക്ഷെ ഇതിനൊന്നും കൂടി മെച്ചപ്പെടുത്താൻ നമുക്ക് D5 പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ D5 നമുക്ക് ഇവിടെ കണ്ടോ ഒരു AI പോസ്റ്റ് പ്രോസസ്സിംഗ് ഉണ്ട്. അത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇമേജ് കൊടുത്തു കഴിഞ്ഞ് അതിനെ എൻഹാൻസ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ലുക്കിലേക്ക് വരും. ഇപ്പം എന്ത് സംഭവിച്ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്രിങ്കിൾസ് ഒക്കെ നല്ല രീതിയിൽ ഡിഫൈൻഡ് ആയി കണ്ടോ. ശരിക്കും ഒരു പക്ക കാണുന്ന പോലത്തെ ലുക്കിലേക്ക് എത്തി. ഇവിടെയാണെങ്കിലും അങ്ങനെ നമ്മൾ കറക്റ്റിൻ്റെയൊക്കെ മെറ്റീരിയലൊക്കെ ഒന്നും കൂടി എൻഹാൻസ് ആയി ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ കുറച്ച് കോംപ്രമൈസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ട കുറച്ച് അഴുക്ക് പിടിച്ച ലുക്കൊക്കെ വന്നു, ടൈലൊക്കെ കുറച്ച് വൃത്തികേടായി. പക്ഷെ ഈ ഗോൾഡ് റിഫ്ലക്ഷനൊക്കെ കണ്ടോ നല്ല ഭംഗിയിൽ നിൽപ്പുണ്ട്. അതുപോലെ ഇവിടെയും ടൈല് വേറൊരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. കാർപ്പറ്റൊക്കെ ഭംഗിയായിട്ടുണ്ട്. പക്ഷെ ഇവിടെയും ടൈല് ചെറിയ അഴുക്ക് പിടിച്ച പോലെ. അതായത് AI തോന്നുന്ന പോലെയാണ് അത് എഡിറ്റ് ചെയ്യുക, എന്നാലും മാക്സിമം നമ്മൾക്ക് അറിയാത്ത രീതിയിൽ അതിനെ ഭംഗിയാക്കി തരാറുണ്ട് AI. അപ്പം ഇത് ഞാൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതൊരു AI ഇതിലേക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക. അല്ലെങ്കിൽ കണ്ടോ ഈ ഒരു ക്വാളിറ്റി നമുക്ക് എപ്പോഴും D5 നിന്ന് AI ഉപയോഗിക്കാണ്ട് കിട്ടും. അതായാലും മതി, കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയാണ്. പക്ഷെ എപ്പോഴും ഭംഗിയാണെന്നില്ല, ഞാൻ പറഞ്ഞില്ലേ അതിന് തോന്നണം പോലെയാണ് അത് എഡിറ്റിങ് ചെയ്യുക. മിക്കപ്പോഴും വന്നില്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഈ സോഫയിൽ കാണുന്നൊക്കെ ചിലപ്പോൾ വൃത്തികേടായി പോകും. അതൊക്കെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ സെലക്റ്റീവായിട്ട് AI കൊടുക്കേണ്ടി വരും. അതായത് ഞാനിവിടെ ഇതിൽ ഞാൻ ലാപ്ടോപ്പിൽ റെൻഡർ ചെയ്തുകൊണ്ട് നമുക്കിവിടെ കാണിക്കില്ല. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യും. നമുക്ക് ഇമേജ് റെൻഡർ ചെയ്യാം. എന്തായാലും ഇതൊന്ന് റെൻഡർ ചെയ്യാം. അതൊന്ന് റെൻഡർ ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ നമ്മുടെ ഇമേജ് റെൻഡർ ആയിട്ടുണ്ട്. 1 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഞാനിതിൽ റെൻഡർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ആദ്യം തന്നെ ഇവിടെ പ്രിഫറൻസിൽ വിഡ്ജറ്റിൽ പോയിട്ട് D5 SR റെൻഡറിങ് എന്ന് പറഞ്ഞ സംഭവം ഓൺ ആക്കിയിട്ട്. അതെന്താ വെച്ചാൽ സ്പീഡ് റെൻഡറിങ് ആണ്. അതായത് സൂപ്പർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് D5-നകത്ത്. നമുക്ക് കുറച്ച് സ്പീഡിൽ 4K റെൻഡറൊക്കെ കിട്ടും. അത് ലാസ്റ്റ് ആകുമ്പോൾ ഇമേജ് ഒന്ന് എൻഹാൻസ് ചെയ്ത് തരും. നമുക്ക് സമയം കുറച്ച് റെൻഡർ ചെയ്ത് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടി. ഇവിടെ തന്നെ കണ്ടോ നമുക്ക് ഫയൽ കാണാം. AI പോസ്റ്റ് പ്രോസസ്സിംഗ് ഉണ്ട്. നമുക്ക് തൽക്കാലം ഈ ഫയൽ ഒന്ന് കാണാം. എങ്ങനെ നമ്മുടെ റെൻഡർ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ്. തിരക്കിയിട്ടില്ലല്ലോ. നമ്മൾ പുറത്തുള്ള HDRI ഒക്കെ വേറെയാണെന്നുള്ള വ്യത്യാസമുള്ളൂ. ഇതാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ചത്. ഇതാണ് ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇതാണ് ഇട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതൊരു 15 മിനിറ്റ് കൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഡിഫറൻസ് ആണ് മെയിനായിട്ട്. നമ്മൾ ശരിക്കും ഇരുന്ന് ചെയ്താണെങ്കിൽ നല്ല ഇതിലേക്ക് എത്തിയാണ്. എന്നാലും വലിയ കുഴപ്പമില്ല. രണ്ട് സ്റ്റൈലാണ്. ഇത് കൂൾ ടോൺ ആണെങ്കിൽ ഞാൻ നേരത്തെ ആദ്യം കാണിച്ചത് വാം ടോൺ ആണ് വന്നിരിക്കുന്നത്. അതേ ഉള്ള വ്യത്യാസം. അപ്പോൾ അത് HDRIയുടെയും വ്യത്യാസമുണ്ട്. ബാക്കിയൊക്കെ സെയിം ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്നും കൂടി AI വെച്ച് എൻഹാൻസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. കാരണം ഈ AI പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഇമേജസ് ഒക്കെ വരും. കണ്ടല്ലോ, ഇതിൽ ഇവിടെ കണ്ടോ AI എൻഹാൻസർ ഉണ്ട്, അത് കൊടുക്കുക. എന്നിട്ട് എൻഹാൻസൻ വെയിറ്റ് ഞാൻ എപ്പോഴും സ്ട്രോങ് ആണ് കൊടുക്കുക, അതായത് ഫുള്ള് കൊടുക്കും. 0.7 ഇട്ട് കഴിഞ്ഞാൽ അത്ര എഫക്റ്റ് നിങ്ങൾക്ക് തോന്നാറില്ല. ഞാനിത് സെലക്റ്റീവായിട്ട് നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ കണ്ടോ, ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഭാഗം എൻഹാൻസ് ചെയ്യേണ്ടതെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരിങ്ങനെ അതൊന്ന് എഡിറ്റ് ചെയ്ത് തരും. എവിടെയെങ്കിലും ഏതൊക്കെ ഭാഗം എനിക്ക് ക്ലിക്കബിൾ ആയിട്ട്, അതായത് എനിക്ക് ക്ലിക്ക് ചെയ്ത് എൻഹാൻസ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്നത് അതൊന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് എനിക്ക് പിന്നെ അവിടെ മാത്രം ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഞാൻ ചെയ്യണം ഞാൻ പറയുന്നില്ല. എന്നാലും ഇപ്പം നിങ്ങൾക്ക് സോഫ മാത്രമൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഭംഗിയായാൽ മതി, ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ അനങ്ങാണ്ട് തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. കണ്ടോ, എനിക്കിങ്ങനെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, സോഫയുടെ ഈ ഭാഗം മാത്രം മതിയോ, ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഒന്നീ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കേട്ടോ, ഈ വാൾ മാത്രം മതിയോ, അങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്തിട്ട് എൻഹാൻസ് അടിച്ചാൽ മതി. ഞാൻ ഒന്നും ചെയ്യുന്നില്ല തൽക്കാലം. ഞാൻ നേരെ എൻഹാൻസറിലേക്ക് ഇടുവാണ്. എന്നിട്ട് അത് 1-2 മിനിറ്റ് എടുക്കും അതൊന്ന് എൻഹാൻസ് ആയി വരാനായിട്ട്. നമുക്ക് എന്നിട്ട് നോക്കാം. ഉണ്ടോ, നമ്മുടെ AI എൻഹാൻസർ വെച്ചിട്ടുള്ള ഇമേജ് വന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെ നോക്കിയാൽ ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, ഇവിടെ മെയിനായിട്ട് വ്രിങ്കിൾസ് ആണ് ഇതിൽ കൂടുതലായിട്ടും വന്നിരിക്കുന്നത്.
അത് നോക്കാം. ഞാൻ ഡൗൺലോഡ് ചെയ്യാം. നമുക്കിവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് അടിച്ച് നമുക്ക് നോക്കാം എന്താണ് ഡിഫറൻസ് വന്നതെന്നുള്ളത്. അത് പെട്ടെന്ന് കഴിയും. എനിക്ക് എത്ര നേരം എടുത്തെന്ന് വെച്ചാൽ ഒന്നര മിനിറ്റൊക്കെ എടുത്തുന്നുള്ളൂ സാധനം ഒന്ന് കിട്ടാനായിട്ട്. ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇതല്ല, നമ്മൾ നേരത്തെ എടുത്ത ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ. അതായത് എങ്ങനെ ഇരുന്നിരുന്നാന്ന് നോക്കാം. കണ്ട, ഇതായിരുന്നു നമ്മുടെ. നമുക്ക് സൈഡ് ബൈ സൈഡ് നോക്കാം. രണ്ടും വെച്ച് നമുക്ക് നോക്കാം. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കാം. നമ്മുടെ ഇതാണ് എൻഹാൻസ്ഡ്, ഇതാണ് നമുക്ക് റെൻഡർ ചെയ്ത് കിട്ടിയത്. മനസ്സിലായല്ലോ എന്ത് വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ബ്രിങ്കിൾസ് ഇവിടെ ഉണ്ടെങ്കിലും അത് നമുക്ക് ഭയങ്കര ഡിഫൈൻഡ് അല്ല. ബട്ട് ഇവിടെ അത് ഡിഫൈൻ ആയി കിട്ടിയിട്ടുണ്ട്. താഴത്തെ കാർപ്പറ്റിനാണെങ്കിലും ഒന്നും കൂടെ മെറ്റീരിയലിന് കുറച്ച് ക്വാളിറ്റി അവർ തന്നിട്ടുണ്ട്. ഈ ഒരു സോഫ ആണെങ്കിൽ അതിൻ്റെ കണ്ടോ റിങ്കിൾസ്, ഇവിടെ ഇല്ലാത്ത റിങ്കിൾസ് ഇവിടെ വന്നിട്ടുണ്ട് കൂടുതൽ. മെയിനായിട്ട് അതൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ കർട്ടൻ ആണെങ്കിൽ കണ്ടോ, ഈ ഒരു മെറ്റീരിയലിൽ കുറച്ച് ക്വാളിറ്റി കുറവുണ്ട്. പക്ഷെ ഇവിടെ കണ്ടോ അതിൻ്റെ ക്ലോത്തിൻ്റെ ഒരു മെറ്റീരിയലിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ. ഈ ടേബിൾ ലാമ്പ് ആയിക്കോട്ടെ, അതിനും നല്ലൊരു ക്ലോത്ത് മെറ്റീരിയൽ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ ഗ്ലാസ് അല്ലെങ്കിലും D5 നല്ലതാണ് കേട്ടോ, വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മോഡലിനകത്തിരിക്കുന്നത് AI ഡിറ്റക്ട് ചെയ്തത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ ബുക്കിൻ്റെ മേലെ ഒന്നുമില്ല, പക്ഷേ AIക്ക് ഇവിടെ എന്തോ ഉണ്ടെന്ന് തോന്നി, അത് അതിൻ്റെ മുകളിൽ എന്തോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കണ്ട. അങ്ങനെയുള്ള മൈന്യൂട്ട് ഡിഫറൻസുകൾ നമ്മുടെ മോഡലിൽ വരും, അത് ശ്രദ്ധിക്കണം. അത് മിക്കപ്പോഴും റിഫ്ലക്ഷൻസ് ഡിറ്റക്ട് ചെയ്തിട്ട് അതെന്തോ സംഭവമാണെന്ന് വിചാരിച്ചാണ് അത് മാറ്റിത്തരാം. ഇപ്പം ഇവിടെയൊക്കെ ഈ സോഫയുടെ ഈ ഒരു സൈഡിലൊക്കെ കാണുന്നത് ഡീറ്റെയിൽസ് ഒന്നും കൂടി എൻഹാൻസ് ആയി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഗോൾഡ് കളറൊക്കെ നല്ല രീതിയിലായി. നമ്മുടെ വുഡ് കൊടുത്തിരുന്ന വുഡൊക്കെ കണ്ടോ, നല്ല ഗ്രെയിൻസൊക്കെ നല്ല ഡിഫൈൻഡായി. ഇവിടെ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, നല്ലോണം ഡിഫൈൻഡായി കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ AI ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതൊരു ബേസിക് പോസ്റ്റ് പ്രോസസ്സിംഗ് ആയിട്ട് യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതിന് മോഡലിംഗ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നുമല്ല. അതായത് മോഡൽ ചെയ്യാനല്ല, പോസ്റ്റ് പ്രോസസ്സിംഗ്, അതാണ് നമ്മുടെ ബേസിക് യൂസേജ്. അത് എപ്പോഴും നമുക്ക് ഇതേപോലെ നല്ല റിസൾട്ട് കിട്ടണമെന്നുമില്ല. ഞാനും പറയുന്നത് ഇപ്പോൾ ഈ കാണുന്നില്ല ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നത് നമ്മുടെ മോഡലിലില്ല, പക്ഷേ ഇവിടെ വന്നു. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ പോസ്റ്റ് പ്രോസസ്സ് ചെയ്താലും അതൊന്ന് എടുത്ത് നോക്കണം, സൂക്ഷിച്ച് നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ് ഫൈനലാക്കാൻ പാടുള്ളൂ. അത് ഞാൻ ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ബട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കുറച്ചും കൂടി നല്ല മോഡൽസ് നിങ്ങളുടെ റെൻഡറുകൾ കുറച്ചുകൂടി നന്നായി കിട്ടും നിങ്ങൾക്ക്. അങ്ങനെ ഒരു ഉപയോഗമുണ്ട് ഇതിന്. അപ്പം എന്താ പറയുക, റിയലിസ്റ്റിക് ലൈറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അതൊക്കെയാണ് മെയിനായിട്ട്. അതായത് ഭയങ്കരമായിട്ട് എനിക്കും അറിയില്ല, ഞാനും പഠിച്ചു വരുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു എന്താ പറയുക, ഒന്നുമില്ലാതിരിക്കുന്നൊരു ലുക്കിൽ നിന്ന്, മനസ്സിലായില്ലേ, അങ്ങനത്തെ ഒരു ലുക്കിൽ നിന്ന് നമുക്ക് ഇപ്പം നമ്മൾ ഫൈനൽ എടുത്ത റെൻഡറിലേക്ക് പോകാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു എന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതാണ്, അതായത് നമ്മുടെ മോഡലിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് മാക്സിമം ഒഴിവാക്കുക, നമ്മൾ നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് കയറ്റി വിടാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, റിയലിസ്റ്റിക് ലൈറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സീനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ ആ സീൻ നമ്മുടെ ഷോട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത്, നമ്മുടെ മോഡൽസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഭയങ്കരമായിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെറ്റീരിയൽസിനെ. അപ്പോൾ അത് ആണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നാച്ചുറൽ ലൈറ്റ് മാക്സിമം കയറ്റി വിടാൻ നോക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ പറയാനുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.